കുറുക്കൻ മൂലയിലിറങ്ങിയ കടുവ നിരീക്ഷണ വലയത്തിലാണ്. കടുവയുള്ളത് ബേഗൂർ റേഞ്ചിലെ ഒലിയോട്ട് സംരക്ഷിത വലയത്തിൽ. ഉടൻ കടുവയെ പിടികൂടാനാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നു. നോക്കാം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അനൂപ് കെയാർ വയനാട് നിന്നും ചേരുന്നു. അനൂപ്, ഈ സംരക്ഷിത വലയത്തിൽ എന്ന് പറയുമ്പോൾ ഈ കടുവ മറ്റെങ്ങും ജനവാസ മേഖലയിലേക്ക് പിന്നെ കടക്കില്ല എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ ഈ സംഘത്തിനുണ്ടോ? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുരാജ്, കഴിഞ്ഞ ദിവസം കടുവ കൂട്ടിൽ കയറുമെന്നുള്ള വനംവകുപ്പിന്റെ ഒരു പ്രതീക്ഷ സ്ഥാനത്തായിരിക്കുന്നു. കടുവയെ പിടികൂടാൻ ഇന്നും കഴിഞ്ഞ ദിവസവും സാധിച്ചിട്ടില്ല. 21ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ് നടത്തുന്ന വ്യാപക തിരച്ചിൽ. കഴിഞ്ഞ ദിവസം ഈ കടുവയെ കണ്ടിരുന്നു തിരച്ചിലിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കുറുക്കൻമുല ബേഗൂർ വനമേഖലയിൽ ഈ കടുവയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച കൂടുകളിൽ ഒന്നിൽ ഈ കടുവ എത്തും എന്നുള്ളൊരു നിഗമനം വനംവകുപ്പിനുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടില്ല, അതും ഭക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ ഇന്നലെ ഈ പരിക്കേറ്റ നിലയിലുള്ള ഈ കടുവ മൃഗങ്ങളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നതിന് വനാതിർത്തിയിൽ എത്തുമെന്നുള്ളൊരു നിഗമനം, ജനവാസ കേന്ദ്രത്തിൽ എത്തുമെന്നൊരു നിഗമനം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോഴും അസ്ഥാനത്തായി തുടരുകയാണ്. അത്തരത്തിലൊരു പ്രതീക്ഷ അവസാനിച്ചിരിക്കുന്നു. ബേഗൂർ റേഞ്ചിലെ ഒലിയോട്ട് സംരക്ഷിത വനത്തിലാണ് കടുവ ഇപ്പോൾ ഉള്ളത് എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയാണ് തിരച്ചിലിന് പോയ വനവകുപ്പ് സംഘങ്ങൾ കടുവയെ കണ്ടെത്തിയത്. എന്നാൽ ആ സന്ദർഭത്തിൽ കടുവയെ മയക്കുവെടി വെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെൻസിൻ തോമസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കടുവയെ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമമായിരിക്കും രാവിലെ ഊർജിതമായി വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കൂടിൽ കഴിഞ്ഞ ദിവസവും കയറാത്തൊരു സാഹചര്യത്തിൽ ഇനി കാടിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പരിക്കേറ്റ നിലയിലുള്ള കടുവയെ കാടിനുള്ളിൽ വെച്ച് തന്നെ മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമം വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. 180 വനവകുപ്പ് ഉദ്യോഗസ്ഥർ 5 സംഘങ്ങളായി പ്രത്യേക ട്രാക്കിംഗ് ടീം രൂപീകരിച്ചാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ 5 DFOമാർ സ്ഥലത്തുണ്ട്. ഉത്തരമേഖല CTFും 8 റേഞ്ചർമാരും 29 ഫോറസ്റ്റർമാരും അതോടൊപ്പം 66 ബീറ്റ് ഓഫീസർമാരും 127 വാച്ചർമാരും ആണ് ഈ തിരച്ചിലിന്റെ വലിയ സന്നാഹത്തിലുള്ളത്. ഏതായാലും മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളുടെയും ഈ സഹായം ഈ തെരച്ചിലിന് ഈ പ്രദേശത്ത് ഉണ്ട്. ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 50ഓളം ക്യാമറകളാണ് ഡ്രോണുകൾ ഉൾപ്പെടെ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരുന്നു കടുവയെ. എങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നതിനാൽ കാടിനുള്ളിൽ കയറിയുള്ള തിരച്ചിൽ വനവകുപ്പ് അവസാനിച്ചിരുന്നു. എന്നാൽ രാത്രി കാലങ്ങളിൽ ഈ മേഖലയിൽ വലിയ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വനവകുപ്പ് ഒരുക്കിയിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെങ്കിലും കടുവ കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ വനവകുപ്പിനുണ്ടായിരുന്നു. ഈ വളർത്തുമൃഗങ്ങളുടെ ആലയിലും മറ്റും വെളിച്ചം സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഈ കടുവയെ അകറ്റി കൂടുകളിലേക്ക് ആകർഷിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വനവകുപ്പ് പ്രധാനമായും ചെയ്തത്. എന്നാൽ അത് ഫലം കണ്ടിട്ടില്ല. ഇന്ന് കടുവയെ മയക്കുവെടി വെച്ച് ഏത് വിധേനയും പിടികൂടാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് 9 മണിയോടുകൂടി വ്യാപക തിരച്ചിൽ ആരംഭിക്കും. രാവിലെ തന്നെ ചെറിയ സംഘങ്ങൾ കടുവയെ കണ്ട മേഖലയിൽ കേന്ദ്രീകരിച്ച് നിരീക്ഷണത്തിനായി പോയിട്ടുണ്ട്. അനൂപ്, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ആ ഒരു മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണെന്ന് അറിയാനാണ്. അതായത് ഇപ്പോൾ കാട്ടിനുള്ളിലാണ് കടുവ എന്നാണോ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ സംരക്ഷിത വനത്തിലെ ഭാഗത്ത് കടുവ ഉള്ളപ്പോൾ ഇത് ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങില്ല എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ വനപാലകർക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? ഈ സംഘത്തിന് നൽകാൻ കഴിയുന്നുണ്ടോ? സൂര്യരാജ്, ഈ സ്ഥലം മാനന്തവാടി കുറുക്കൻമൂല എന്ന് പറയുന്ന വനം മേഖലയോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ്, ജനവാസ കേന്ദ്രമാണ്. വളരെ സാധാരണക്കാരായ കീഴകർഷകർ ഉൾപ്പെടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ കാട് കർണാടക ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു വനമേഖല കൂടിയാണ്. നിബിഡമായിട്ടുള്ള വനത്തോട് ചേർന്നാണ് ഈ കുറുക്കൻമൂല, പയ്യമ്പള്ളി, കുറുവ അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയുള്ളത്. കാട്ടിൽ നിന്ന് എളുപ്പത്തിൽ മൃഗങ്ങൾക്ക് വനത്തിൽ നിന്ന് എളുപ്പത്തിൽ ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വളരെ ലളിതമായി സാധിക്കുന്ന ഒരു മേഖലയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച് കാട്ടിലേക്ക് കയറി പോകുന്ന സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ മേഖലയിൽ കടുവയുൾപ്പെടെ ഇറങ്ങി ചില ഘട്ടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് പിന്നീട് അത് അപ്രത്യക്ഷമാവാറുണ്ട്. അത് കാട്ടിലേക്ക് തന്നെ
തിരിച്ചു പോകാറുണ്ട്. ഇവിടെ ഈ കടുവയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ നിലയിലാണുള്ളത്. ഈ കടുവയുടെ കഴുത്തിൽ ഗുരുതരമായ ഒരു മുറിവുണ്ട്. അത് കെണിയിലോ മറ്റോ കുടുങ്ങി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിക്കേറ്റ് മറ്റു കടുവകളുമായിട്ടുള്ള സംഘർഷത്തിലോ മറ്റോ പരിക്കേറ്റ് ഇരതേടാൻ ശേഷി നഷ്ടപ്പെട്ട ഒരു കടുവയാണ് ഇപ്പോൾ വനവകുപ്പ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇടയ്ക്കിടെ എത്തുന്നതും കെട്ടിയിട്ട മൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഈ പ്രവണത ഇനിയും തുടരുമെന്നുള്ളത് തന്നെ നിഗമനത്തിലാണ് വനവകുപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് വ്യാപകമായി കൂടുകൾ സ്ഥാപിച്ചത്. ഏതായാലും വനമേഖലയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കാട്ടിൽ കയറിയുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമാണ്. നാട്ടിലെ സാധാരണ കടുവ നാട്ടിലിറങ്ങുമ്പോൾ കാപ്പിത്തോട്ടത്തിലും മറ്റു തോട്ടങ്ങളിലും അവിടെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് സംഭടിക്കുകയും അവിടെ വെച്ച് അതിനെ തുരത്തുകയാണ് സാധാരണ മൈക്കോടി വെച്ചുമെല്ലാം പിടിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഈ കടുവ ഇത്തരത്തിൽ ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയും അതേസമയം തന്നെ തിരിച്ച് രാത്രി നാട്ടിലേക്ക് ഇറങ്ങുകയും പിന്നീട് പുലർച്ചയോടുകൂടി കാട്ടിലേക്ക് തിരികെ കയറി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതാണ് ഇപ്പോൾ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തടസ്സമാവുന്നത്. ഏതായാലും വനത്തിൽ ഉള്ളിലാണ് ഇപ്പോൾ കടുവയുള്ളത്. ബേഗൂർ എന്ന് പറയുന്നത് ഈ കുറുക്കൻമുല ബേഗൂർ എന്ന് പറയുന്നത് ഇവിടെ വനമാണ്. കാട്ടിന്റെ ഉള്ളിൽ കയറിയുള്ള തരത്തിൽ ദുഷ്കരമാം വിധം അവിടെ അത്ര സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദുഷ്കരമായി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നീണ്ടുപോകുന്നതും. ഏതായാലും ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തെരച്ചിലിന് പോയ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ കണ്ടത് കാട്ടിന്റെ ഉള്ളിലാണ്. ഏതാണ്ട് 2 കിലോമീറ്ററോളം കാട്ടിന് ഉൾഭാഗത്തായിട്ടാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കടുവ അവിടെ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിരീക്ഷണ രാത്രിയോടുകൂടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവസാനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് പുലർച്ചെ ആ മേഖല കേന്ദ്രീകരിച്ച് കടുവയുടെ സഞ്ചാരപഥം നിർണയിച്ച് അതിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി അത് ഏത് മേഖലയിലേക്കാണ് വീണ്ടും സഞ്ചരിച്ചത് എന്നെല്ലാം കണക്കാക്കി വേണം ഇന്ന് തിരച്ചിൽ തുടരാൻ. വനത്തിനുള്ളിലാണ് അത്തരം ശ്രമങ്ങളെല്ലാം തുടരേണ്ടത് എന്നുള്ളതാണ്. ഇന്ന് ഈ സമയം വരെ മറ്റൊരു മേഖലയിൽ കടുവ ഇറങ്ങിയതായി എവിടെ നിന്നും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കാടിനുള്ളിൽ തന്നെ കടുവയുണ്ടെന്നുള്ള നിഗമനത്തിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇനി ഈ നാട്ടുകാരെല്ലാം ഇന്ന് രാവിലെ ഏതെങ്കിലും വിധത്തിൽ കാൽപ്പാടുകളോ മറ്റോ കണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ വേറെ എവിടെയെങ്കിലും കടുവ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നും ഉള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വനവകുപ്പ് കാടിനുള്ളിൽ തന്നെ ആ ബേഗൂർ റേഞ്ചിലെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയായിരിക്കും ഇന്നും തുടരുക. യെസ്, ഓക്കെ. അനൂപ് കെയർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട് നിന്നും.